കേരളത്തിൽ എന്നായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് അറിയാനുള്ള ആകാംക്ഷയ്ക്ക് വിരാമമായിരിക്കുകയാണ്. ഏപ്രിൽ 26-നായിരിക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇനി കേവലം 41 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തെ നോക്കി കാണുന്നത്? സാധാരണഗതിയിൽ ഫസ്റ്റ് ഫേസിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരാറുണ്ടായിരുന്നത്. ഇത്തവണ സെക്കൻഡ് ഫേസിലേക്ക് മാറി. 40 ദിവസങ്ങൾ കൂടി മുന്നിലുണ്ട്. ആ 40 ദിവസം ഒറ്റക്കെട്ടായി നിന്ന് UDF പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിച്ച് വലിയ വിജയം നേടും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. 40 ദിവസം മതിയോ? ധാരാളം. 40 ദിവസം തന്നെ കൂടുതലാണ്. ഫസ്റ്റ് ഫേസിലായിരുന്നെങ്കിൽ 30 ദിവസം കിട്ടുമായിരുന്നു. ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് എന്നായിരിക്കുമെന്ന് അറിയാതെയുള്ള പ്രചരണമായിരുന്നു. ഇനിയിപ്പോൾ വരും മണിക്കൂറുകൾ അങ്ങനെയല്ല, കൃത്യമായൊരു ഡേറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇനി എങ്ങനെയായിരിക്കും? നാളെ നിയോജകമണ്ഡല കൺവെൻഷനുകൾ തുടങ്ങിയാണ്. നാളെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷനാണ്. 19-ാം തീയതി പാർലമെൻറ്റ് കൺവെൻഷനാണ്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലെയും മണ്ഡലങ്ങളിലെയും ബൂത്തുകളിലെയും കൺവെൻഷനുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ക്യാമ്പയിനിലേക്ക് ഇറക്കും. പ്രവർത്തകരെ സജ്ജമാക്കി ക്യാമ്പയിനിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ 19 സീറ്റാണ് UDFന് ലഭിച്ചത്. ഇക്കുറി എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ 20 സീറ്റ്, 20-ൽ 20. കാരണം കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആലപ്പുഴ ഉറപ്പായും തിരിച്ചു പിടിക്കും. ബാക്കിയുള്ള 19 സീറ്റുകൾ നിലനിർത്തും. ഹാട്രിക് തികച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഇക്കുറിയും നാലാം വട്ടവും വിജയം തന്നെയാണ്, മറിച്ചൊന്നുമില്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളേക്കാൾ സാധാരണ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന പോസിറ്റീവായ പ്രതികരണം, അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഇത്തവണ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. UDFന്റെ പ്രചരണം വളരെ ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം 4ാം തവണയും താൻ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ കൂടിയാണ് ആന്റോ ആന്റണി MP ഇപ്പോൾ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.